അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ശംഖുമുഖത്ത് പോയ സമയത്ത് നല്ല ഫ്രഷ് അയല കൊണ്ട് ഇറക്കുന്നുണ്ടായിരുന്നു. ഒരു 10 അയല 100 രൂപയായിരുന്നു. അത്രയ്ക്ക് ലാഭത്തിനാണ് കിട്ടിയത്. എന്തായിരുന്നാലും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അതിങ്ങനെ പുളിമുളകും, എനിക്ക് ഭയങ്കര ഇഷ്ടം പുളിമുളകും വെക്കാനാണ് ഇഷ്ടം. തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അയലയുടെ ശരിക്കുള്ള ടേസ്റ്റ് പോകും. അപ്പം പുളിമുളകും ആകുമ്പോൾ നല്ല പച്ച ടേസ്റ്റ് ഉണ്ടാവും. 2-3 പീസ് എടുത്ത് ഞാൻ വറക്കാനും വെച്ചു. അങ്ങനെ ആ ചാറിലേക്കൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെ വെച്ച് കൊടുക്കണം. മേലെ ആക്കിയിട്ട് അങ്ങനെ ഇടരുത്. ചാറൊക്കെ നല്ലോണം കോരി ഒഴിച്ച് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കുക. ആ സമയം കൊണ്ട് സുബ അവിടെ ചോറൊക്കെ വേവ് നോക്കുന്നുണ്ട്. എന്തായിരുന്നാലും നോക്കിയപ്പോൾ കുറച്ച് എരി കുറവാണ്. അപ്പം ഞാൻ കുറച്ച് എന്ത് ചെയ്തു, നമ്മുടെ കുരുമുളക് പതുക്കെ ഇട്ട് കൊടുത്തു. ലേശം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് എരിയായി പോവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചതിന് ശേഷം ഈ വറക്കാൻ വെച്ചേക്കുന്ന എന്താണ് നമ്മുടെ അയലേനെ എടുത്തിട്ട് പതുക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് മസാലയൊക്കെ നല്ലോണം പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും. അതും വറുത്ത് വെച്ചിട്ട് അതിൽ നിന്നൊരു പീസും എടുത്ത് കുറച്ച് ചോറും കറിയും ആഹാ